എന്നാ പറയാനെന്ന് പറ, ഇന്നും ഭയങ്കര തിരക്കാട്ടോ. അതുകൊണ്ട് തന്നെ പോകുന്നത് പുൽപ്പള്ളിക്കാണ്. പോകുന്ന വഴിക്കുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നേരെ പോയത് മോറിലേക്കായിരുന്നു കേട്ടോ. അവിടുന്ന് നമുക്ക് 2-3 സാധനം മേടിക്കാനുണ്ട്. അതും മേടിച്ച് നമ്മൾ നേരെ പോയത് സ്റ്റിക്കർ ഷോപ്പിലേക്കാട്ടോ. വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ അവിടെ ചെന്നപ്പോൾ ഒടുക്കത്തെ തിരക്ക്, അതുകൊണ്ട് ഒട്ടിച്ചില്ലേ. നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് വണ്ടി നോക്കുമ്പോഴല്ലോ വണ്ടി മൊത്തം അഴുക്കായിരുന്നേ. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, വണ്ടി അങ്ങ് കഴുകി. അപ്പോഴാട്ടോ ആശയ്ക്ക് വിളിച്ചിട്ട് സിനിമയ്ക്ക് ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ബുക്ക് മൈ ഷോയിൽ കയറിയിട്ട് സിനിമ അങ്ങ് ബുക്ക് ചെയ്തു കേട്ടോ. സിനിമ ബുക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് പോകാനുള്ള സമയം കേട്ടോ. പിന്നെ ഞാൻ നേരെ സെറ്റപ്പായിട്ട് വന്നു കേട്ടോ. ഇത് മനുവിൻ്റെ അനിയനാണ് കേട്ടോ, കിച്ചു. ഇവൻ്റെ കാർഡ്ബോർഡും കൊണ്ട് എന്തോ ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം കൊള്ളാം, സെറ്റാണ്. JCB ആണെന്നാണ് തോന്നുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ടൗണിലേക്ക് വന്നിട്ട് പടത്തിന് കയറി. കളങ്കാവലിനാട്ടോ നമ്മൾ കയറിയത്. എനിക്കെന്തായാലും പടം ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ബട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പൊതുവേ എനിക്ക് ക്രൈം ത്രില്ലേഴ്സ് ആട്ടോ ഇഷ്ടം. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ പടം വല്ലാണ്ട് ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മൾ നേരെ വന്നത് ബത്തേരിക്ക് വരാനുള്ള മെയിൻ റീസൺ, ആഷിക്ക് ഇന്ന് ബാംഗ്ലൂർ പോവാണേ. അവനെ ആക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ വന്നത്. ബത്തേരി വന്നു നേരെ പോയത് തട്ടുകടയിലൊക്കെ കേട്ടോ. നല്ല ചൂടൻ പൂരിയും ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടത്തിലെ കട്ടൻ കാപ്പിയും കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് സെറ്റായി കഴിച്ച് നേരെ പോയത് KSRTC ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരുന്ന് അവനെയും പറഞ്ഞു വിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ഗൈസ്.